ഹാപ്പി ബർത്ത്ഡേ ഓ പിന്നെ ഹലോ നൂറ ഹാപ്പിയസ്റ്റ് ബർത്ത്ഡേ ആ ലേഡീസ് വാഷ്റൂം അതിലും കയറിക്കും വീഡിയോ എവിക്റ്റായി തിരിച്ചു വന്ന് ഫ്ലൈറ്റിൽ ഞാൻ ലാൻഡ് ചെയ്ത് കൊച്ചിയിൽ ഞാൻ ഫസ്റ്റ് വേർഡ് കാണുന്നത് നീ എങ്ങനെയാ ആദ്യം കൊടുത്തു അനുമോൾ അനീഷ് ആ പെങ്കൽ കുട്ടിയാണ്. പക്ഷെ അല്ലായിരുന്നു. അവസാനം എന്തായിരുന്നു അനുമോൾ അനീഷ്? അവസാനം നമ്മൾ കണ്ടില്ലേ? അത് എന്ത് തോന്നുന്നു, റിയലാണോ? അനീഷ്ക്ക് പ്രണയമായി. ഞങ്ങൾ ചോദിച്ചു അനീഷോട് നല്ല പ്രണയമായി അങ്ങനെയാണ് ഭാനു പറഞ്ഞ തമാശക്കാണ്. അയാളുടെ പേരൊന്നും മെൻഷൻ ചെയ്യണില്ല, ആരാന്ന് പോലും പറയാനില്ല. അടിപൊളി മനുഷ്യനാണ്. പക്ഷെ അയാളെ പറയുന്നു ഈ വർഷം വിന്നർ റോഹൻ ആയിരിക്കില്ല, ഇയാളായിരിക്കും ഷോയുടെ മുമ്പ്. അപ്പൊ എന്റെ മൈൻഡിൽ എന്തായിരുന്നു, ഈ മണ്ടൻ കറക്റ്റ് ആണല്ലോ, അയാള് കറക്റ്റ് ചെയ്തു, ആ വിന്നറുമായി സെറ്റുമായി. ഈ പറഞ്ഞ ആള് ആരെ പേര് പറഞ്ഞു? ആളിനെയാണ് വിന്നറായി. ആൾ വിന്നറായി കറക്റ്റ് കൃത്യമായി എങ്ങനെ വിന്നർ ആവുന്ന പോലെ പറഞ്ഞു. ഈ പറഞ്ഞ ആളാണോ പി ആർ? ഞാൻ പറയില്ല, ആണോ ഇല്ല ഞാൻ പറയില്ല. അല്ല, ആൾ എന്തുകൊണ്ട് ആര്യന്റെ അടുത്ത് പറഞ്ഞു? See, I don't care. Like, if you are bad to me, doesn't mean I have to be bad to you. ആൾക്കാർ നന്മക്കാട് കളിച്ചോണ്ടിരിക്കുക, നന്മക്കാട്. ഞാൻ എന്താ ഈ നന്മക്കാട്? ഫുഡ് എക്സ്ട്രാ ഞാൻ തരും, പിന്നെ നീ കൊടുത്ത പണി ഞാൻ തിരിച്ച് നിനക്ക് സെയിം സാധനം പണിയാന്ന്. ഞാനും നീ തമ്മിൽ എന്താ വ്യത്യാസം? എനിക്കറിയില്ല ഞാൻ എന്തിനാ പുറത്തായത്. ഞാനല്ല പാലിട്ടത്, ഞാനല്ല വെള്ളിട്ടത്, ഞാൻ ആ വീക്കിലൊന്നും തെറ്റും ചെയ്തിട്ടില്ല. ആകെ ചെയ്തത് ചിരിച്ചും കളിച്ചത്. അതിന്റെ നേച്ചറാണ്. അത് കാരണമാണോ പുറത്താക്കിയത്? കുഴപ്പമില്ല. അപ്പൊ എനിക്ക് ഒരു പെങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പെങ്ങളുണ്ടായിരുന്നെങ്കിൽ തോന്നിയുള്ളൂ, ജിസൈലിന് തോന്നിയില്ല അങ്ങനത്തെ ഒരാള് കൊള്ളാം പ്രേമിക്കാന്ന് ജിസൈലിന് തോന്നിയില്ല. അപ്പൊ എന്റെ പോലത്തെ പ്രേമിക്കാൻ പറ്റത്തില്ല. അതെന്താ അങ്ങനെ? അനുമോളുടെ ഒരു കാര്യം, അനുമോളുടെ ഒരു പോസ്റ്റ് പോയി താഴെ എഴുതു, വേസ്റ്റ് എഴുതു, നിങ്ങൾ 3 days യു വിൽ ബി ഓൺ സോഷ്യൽ മീഡിയ ബുള്ളി. നോക്കിക്കോ, ഐ ക്യാൻ ബെറ്റ് യു റൈറ്റ് നൗ. പക്ഷെ നമുക്ക് പേടിയാവും സോഷ്യൽ മീഡിയ വരാൻ. എന്തെതിരെ പറഞ്ഞാലും നമുക്ക് പേടിയുണ്ടാവും. എന്തിനാ പറയേണ്ടത്? ലൈഫ് മൊത്തം ചീത്തയായി പോകും. You got the point. That is my scared. I am scared of telling against anyone in the house right now. ആവേശ പോരാട്ടത്തിന്റെ 100 ദിവസങ്ങൾ പിന്നിട്ട് ബിഗ് ബോസ് സീസൺ 7 അതിനൊരു പര്യവസാനമായിരിക്കുന്നു. എല്ലാ പ്രാവശ്യവും ഓരോരുത്തരം കോംബോകൾ നമ്മൾ സംസാരിക്കാറുണ്ട്. ചിലപ്പോൾ അത് ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം, പെങ്ങളൂട്ടി കാർഡായിരിക്കാം, ലവ് ട്രാക്ക് ആയിരിക്കാം. പക്ഷേ സീസൺ 7 അത്തരത്തിലുള്ള ലവ് ട്രാക്ക് ഉണ്ടായിരുന്നുള്ള ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. അതിന് ഉത്തരം പറയാൻ പറ്റിയ ഏറ്റവും 2 പേരാണ് ഇന്ന് നമുക്കൊപ്പം ജോയിൻ ചെയ്യുന്നത്. ആര്യ, ജിസേൽ, നമസ്കാരം. എപ്പിടി ഇருக்கு? എങ്ങനെ പോണു ആഫ്റ്റർ ബിഗ് ബോസ്? എങ്ങനെയുണ്ട്? വളരെ കുറച്ച് ദിവസങ്ങളാണ്. പെങ്ങളൂട്ടി കാർഡ് അല്ല കിട്ടിയില്ലേ? പെങ്ങളൂട്ടി കാർഡ് ആണെന്നാണോ, എന്താണെന്നാണോ? ഐ മീൻ ബ്രദർ സിസ്റ്റർ പരിപാടി അങ്ങനെ കണ്ടിരുന്നു ആരെങ്കിലും അവിടെ? ഇല്ലേ? ആദ്യം കൊടുത്തു അനുമോൾ അനീഷ് ആ പെങ്കൽ കുട്ടിയാണ്. പക്ഷെ അല്ലായിരുന്നു. അവസാനം എന്തായിരുന്നു അനുമോൾ അനീഷ്? അവസാനം നമ്മൾ കണ്ടില്ലേ? അത് എന്ത് തോന്നുന്നു, റിയലാണോ? അനീഷ്ക്ക് പ്രണയമായി. ഞങ്ങൾ ചോദിച്ചു അനീഷോട് നല്ല പ്രണയമായി അങ്ങനെയാണ് ഭാനു പറഞ്ഞ തമാശക്കാണ്. ഇതൊക്കെ ഗെയിമിന്റെ ഭാഗമായിട്ട് പറഞ്ഞതല്ല, അനീഷ് പറഞ്ഞല്ല. പക്ഷെ അനു പറഞ്ഞത് ആവാം. ഉണ്ട്. പുറമെ നിന്ന് കണ്ടിട്ട് ഇപ്പൊ പ്രേക്ഷകനായിട്ടും വ്യൂവറായിട്ടും അതിന്റെ അകത്തുള്ള ഒരു സഹമത്സരാർത്ഥിയായിട്ട് കണ്ടസ്റ്റന്റ് എന്താ ഫീൽ ചെയ്ത്? ശരിക്കും ആ പറഞ്ഞതൊരു ഗെയിമിന്റെ ഭാഗമായിട്ടാണോ ഉണ്ടായത്? അല്ല, ഞാൻ തോന്നി അനീഷ് അനുമോൾ കല്യാണം കഴിച്ചാൽ നല്ലതാണ്. പക്ഷെ പിന്നെ അങ്ങനെ ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പക്ഷെ അങ്ങനെ ആയില്ല. ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് അനീഷിനോട് നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് അവൻ ഒരു ലവ് കിട്ടിയെങ്കിൽ എനിക്ക് ഹാപ്പിയേ ഉള്ളു. അതെ, പാവമാണ് അവൻ ആക്ച്വലി. അവനെല്ലാം ഭയങ്കര ജെന്യൂനായിട്ട് കണ്ടിരിക്കുന്നത് ആൾക്കാരെ. ഗെയിമിന്റെ ഭാഗമല്ല, സ്ട്രാറ്റജി ഉണ്ടായിരുന്നു ഫുൾ സീസൺ. പക്ഷെ അത് ഇതിന്റെ ഭാഗമായിരുന്നില്ല. ഉണ്ട്. ഈ സീസൺ തുടങ്ങുന്ന സമയത്ത് തന്നെ അനീഷിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ അതിലോട്ട് പോകാം. ഇപ്പോൾ സീസൺ തുടങ്ങുന്ന സമയത്ത് തന്നെ വരുന്നത് ഒരു മെയിൽ ഷോവനിസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ കുറച്ച് സ്ത്രീ വിരുദ്ധ ആയിട്ട് അഗെയിൻസ്റ്റ് ആയി നിൽക്കുന്ന 4 വരെ ഇൻട്രോ ലൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. തുടക്കകാലത്ത് അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ സീസൺ തീരുന്നതിന്റെ അവസാന ദിവസങ്ങളിലേക്ക് പോകുമ്പോൾ ഇത്തരത്തിലൊരു മൂവ് നടത്തിയപ്പോൾ അത് റിയൽ ആയിട്ട് തന്നെയാണോ ഫീൽ ചെയ്തത്? ശരിക്കും മാറിയോ അനീഷ? റിയൽ ഡെഫിനറ്റ്ലി മാറി. ഈ വീട്ടിലെല്ലാവരും മാറിയിട്ടുണ്ട് ലാസ്റ്റ് 80-90 ദിവസമൊക്കെ ആയപ്പോൾ. പക്ഷെ ഈ അനീഷേട്ടൻ സ്ട്രാറ്റജി കളിച്ചാലും കുഴപ്പമില്ല. ഒരു മനുഷ്യൻ പുള്ളി അടിപൊളിയാണ്. സ്ട്രാറ്റജി കളിച്ചിട്ടുണ്ട്, എല്ലാവരും കളിച്ചിട്ടുണ്ട്. അവരുടെ രീതിക്ക് എല്ലാവരും എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട് സ്ട്രാറ്റജി. പക്ഷെ അനീഷേട്ടൻ കളിച്ചാലും പുള്ളി മനുഷ്യൻ ഒരു അടിപൊളി മനുഷ്യനാണ്. ആണ്. ജിസേൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു സിസ്റ്റർ ഉണ്ടായിരുന്നെങ്കിൽ അനീഷേട്ടനെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നുള്ളൂ. എന്താ അങ്ങനെ തോന്നാൻ കാരണം? എനിക്ക് അങ്ങനെ തോന്നി, അയാൾ അങ്ങനത്തെ ഒരാൾ വീട്ടിൽ വേണം. രാവിലെ എഴുന്നേക്കും, പിന്നെ ഇങ്ങനെ എല്ലാവരും വേണ്ടി കെയർ ചെയ്യും, എല്ലാവരും എണ്ണയിപ്പിക്കും, പിന്നെ ഒരു നല്ല മനുഷ്യനാണ്. അപ്പൊ അങ്ങനത്തെ ഒരു അമ്മാവനോ ചേട്ടനോ വീട്ടിൽ വേണം. അതുകൊണ്ടാണ് അപ്പൊ എനിക്ക് ഒരു പെങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പെങ്ങളുണ്ടായിരുന്നെങ്കിൽ തോന്നിയുള്ളൂ, ജിസൈലിന് തോന്നിയില്ല അങ്ങനത്തെ ഒരാള് കൊള്ളാം പ്രേമിക്കാന്ന് ജിസൈലിന് തോന്നിയില്ല. അപ്പൊ എന്റെ പോലത്തെ പ്രേമിക്കാൻ പറ്റത്തില്ല. അതെന്താ അങ്ങനെ?
എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? സിസ്റ്റർ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനത്തെ ഫീലിംഗ് വന്നില്ല. ഇല്ല. ഒരു വേറെ ഒരു ഫീലിംഗ് വന്നതാ. ഓക്കെ, ഞാൻ എന്നാ ചെയ്യാം. അതെ. തുടക്കത്തിൽ ഞാൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, നമ്മൾ എല്ലാ പ്രാവശ്യവും ഒരു കോംബോ പ്രതീക്ഷിക്കും. ചിലപ്പോൾ അതിൻ്റെ തുടക്കം മുതൽ ഉണ്ടായിരിക്കാം, അതിൻ്റെ ഇടയ്ക്കുള്ള ദിവസങ്ങളായിരിക്കാം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അനീഷ് അനുമോൾ രീതിയിലേക്ക് സംസാരിച്ചു. ആക്ച്വലി ആ ചോദ്യം നിങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ഉത്തരം കൊടുക്കാൻ ആഗ്രഹം? എന്താ മനസ്സിലായില്ല? ഐ മീൻ ലവ് ട്രാക്ക് ആയിരുന്നു എന്നുള്ള ലവ് ട്രാക്ക് ഞാൻ ആക്ച്വലി ഇത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഐ തിങ്ക് ഒരു 30-40 ഡേയ്സ് ആയപ്പോൾ ഈ ഒരു വിഷയം വന്നു. അപ്പോൾ ലാലേട്ടൻ ചോദിച്ചു, ആര്യൻ എങ്ങനെയാണ് ലവ് ട്രാക്ക്? അപ്പോൾ ഞാൻ ചോദിച്ചു, ലാലേട്ടൻ എനിക്ക് ഈ ലവ് ട്രാക്ക് എന്ന് പറഞ്ഞ അർത്ഥം ഒന്നും അറിയില്ല. ഞാൻ ഇതിന് മുമ്പുള്ള സീസൺസ് കണ്ടിട്ടുമില്ല. ഞാൻ കുറച്ച് വീഡിയോസ് കണ്ടിട്ടുണ്ട്, ഹിന്ദി ബിഗ് ബോസിന്റെയും കഴിഞ്ഞ വർഷം ഗബ്രി ജാസ്മിൻ ലവ് ട്രാക്ക് അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ ഈ ലവ് ട്രാക്ക് എന്താണോ, ഇല്ലെങ്കിൽ ഈ ലവ് ട്രാക്കാരന് എന്ത് സംഭവിക്കൂ, ഇല്ലെങ്കിൽ അത് ആർക്ക് ഗുണം ചെയ്യൂ, ഇല്ലെങ്കിൽ അതൊരു സ്ട്രാറ്റജി ആണോ, അതൊന്നും എനിക്കൊന്നും അറിയില്ല. ഐ വെന്റ് ഇൻ ദാറ്റ് ഷോ ആസ് എ റോ പേഴ്സൺ. എങ്ങനെയെങ്കിലും സത്യം പറഞ്ഞ ആൾക്കാർ പി ആർ കൊടുത്തിട്ടാണ് പോയത്. ഞാൻ എങ്ങനെയെങ്കിലും അത് എനിക്ക് വേണ്ടി പി ആർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ആ ഒരു മെന്റാലിറ്റിയിൽ ഞാൻ പോയത്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആരും ചെന്നെ ആയാലും പൂജിത്തായാലും ഇവരും പറഞ്ഞ സെയിം കാര്യമാണ്. അധികം പൈസ ചെയ്തിട്ടൊന്നും പോകുന്നു വേണ്ട, അവിടെ പോവാ, മാക്സിമം ആ ഷോയിൽ നിന്ന് കിട്ടാൻ പോകുന്നൊരു പി ആർ യൂസ് ചെയ്യാം, അതാണ് നിന്റെ ഒരു ജയം. അപ്പൊ ആ ഒരു മെന്റാലിറ്റിയിൽ പോയാൽ ഞാൻ അങ്ങനെ സ്ട്രാറ്റജിയോ ഇല്ലെങ്കിൽ അവിടെ പോയിട്ട് എന്ത് ചെയ്യണോ, ഇല്ലെങ്കിൽ ആരെ അറ്റാക്ക് ചെയ്യണോ, അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തൽ കളിക്കണോ, അങ്ങനെ ഒന്നും ഇല്ല മൈൻഡിൽ. ജസ്റ്റ് റോ ആര്യൻ ഇൻ ദ ഷോ ഡൂയിങ് റോ തിങ്സ്. എൻ്റെ വായിന്ന് എന്തൊക്കെ വന്നിട്ടുണ്ട് ആ ഒരു ഷോയിൽ, അതൊക്കെ വേണമെങ്കിൽ ഞാൻ സ്ട്രാറ്റജിക്കലി കുറച്ചും കൂടി ഒന്ന് ക്ലാസ് പിടിച്ചോ അതൊക്കെ ആവാൻ പറ്റായിരുന്നു. പക്ഷെ ഞാൻ ജസ്റ്റ് ഈ ഷോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ കണ്ടസ്റ്റൻസിനെ അനലൈസ് ചെയ്യുമല്ലോ പൊതുവെ. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഗെയിമേഴ്സ് ആണ് അവർ, അതിനെപ്പറ്റി പക്ക BB മെറ്റീരിയൽ ആണെന്ന് പറഞ്ഞ 2 പേരുകളാണ് ആര്യൻ ജിസൈൽ. പക്ഷേ ഷോ തീരുന്ന സമയത്ത് ഫിനാലിൽ ടോപ്പ് 5 ഈ 2 പേരുകളില്ല. എന്തുകൊണ്ടായിരിക്കും? എന്നോട് പറഞ്ഞത് ജനങ്ങളെ സപ്പോർട്ട് ഉണ്ടായില്ല. പക്ഷേ ഞാൻ പുറത്തിറങ്ങുമ്പോൾ ജനങ്ങൾ മാത്രമേ ഉള്ളൂ കാണുന്നത്, ആര്യൻ. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു ഫോട്ടോ കിട്ടുമോ ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെ, പ്ലീസ് വരൂ, എനിക്ക് വേണ്ടി ഒന്ന് വോട്ട് ചെയ്യായിരുന്നു കേട്ടാ. ഇല്ല, ചേട്ടന് വേണ്ടിയാ വോട്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു 100 പേര് ഞാൻ ഫോട്ടോ കൊടുത്തിട്ടുണ്ടാവും. ആ 100 പേര് പറഞ്ഞ ഈ കാര്യമാണ്, ആര്യൻ ചേട്ടന് വേണ്ടിയാ വോട്ട് ചെയ്തത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിന്റെ സൈക്കോളജി എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഏത് ജനങ്ങളാണ് വോട്ട് ചെയ്യണത്, എങ്ങനെ പോലത്തെ ആൾക്കാരാണ് വോട്ട് ചെയ്യണത്, എന്ത് ചെയ്തിട്ടാണ് വോട്ട് കൂടുന്നത്, അതിന്റെ ഒരു ക്ലൂ ഇല്ല എനിക്ക്. പക്ഷെ PR വേണമായിരുന്നു, സപ്പോർട്ട് ഭയങ്കര ഇപ്പം എനിക്ക് മനസ്സിലായി. ആദ്യം ഞാൻ ഓർത്ത് നമ്മള് മലയാളം ബിഗ് ബോസ് അല്ല, ഇന്നോസെന്റ് ആയിരിക്കും അങ്ങനെ. ബിക്കോസ് ഹിന്ദി ബിഗ് ബോസിൽ ഇതൊക്കെ ഇപ്പമാണ് വന്നത്. ഞാൻ ചെയ്തപ്പോ ഇങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. ഇച്ചിരി ഉണ്ടായിരിക്കും, ബട്ട് നോട്ട് ദിസ് അഗ്രസീവ്. ഇവിടെ വന്ന് ഞാൻ കണ്ട് പാവം നമ്മള് ലൈക്ക് ഇന്നോസെന്റ് ആയിരിക്കും. ഇന്നോസെന്റ് എന്ന് വെച്ചാൽ ഇവിടെയാണ് ഏറ്റവും അഗ്രസീവ് PR. ദിസ് ഇസ് മോർ ദാൻ ഹോളിവുഡ് PR. സോ ഞാനൊരു കാര്യം ചോദിക്കാം റോഹനോട്. ഇമാജിൻ നെക്സ്റ്റ് ഇയർ റോഹൻ യുവർ പ്ലാൻ ടു ഗോ ടു ബിഗ് ബോസ്. നിങ്ങളോട് ഫസ്റ്റ് ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് നിങ്ങൾ സെലക്ട് ആയി, എക്സാമ്പിൾ നിങ്ങളോട് പുറത്തുള്ള ഒരാളെ പറയുന്നു ഈ വർഷം വിന്നർ ഇയാളാവും. അപ്പോൾ നിങ്ങളുടെ മാനസിക അല്ലെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് എന്തായിരിക്കും മൈൻഡിൽ? ഇല്ല, കൃത്യമായിട്ട് ആദ്യമേ തന്നെ ഇത് മുൻവിധിയോട് കൂടിയിട്ട് കാണാൻ പറ്റില്ല. അല്ല, ഒരാൾ പറഞ്ഞു നിങ്ങളോട് റോഹൻ ഈ ഷോയിൽ പോവാണ്, പക്ഷെ വിന്നർ ഇയാളായിരിക്കും. അതായത് നമ്മളോട് തന്നെ ഞാൻ തന്നെയായിരിക്കും എന്ന് പറയുന്നു, അത് മറ്റൊരാളായിരിക്കും. മറ്റൊരാളെ ഒരു റാൻഡം ആളോ എന്ന് പറയുന്നു, തീർന്നതിന് മുമ്പേ പേരൊന്നും മെൻഷൻ ചെയ്യണില്ല, ആരെന്ന് പറയാനില്ല, അടിപൊളി മനുഷ്യനാണ്. പക്ഷെ അയാളെ പറയുന്നു ഈ വർഷം വിന്നർ റോഹൻ ആയിരിക്കില്ല, ഇയാളായിരിക്കും ഷോയുടെ മുമ്പ്. അപ്പൊ എന്റെ മൈൻഡിൽ എന്തായിരുന്നു, ഈ മണ്ടനായവനായിരുന്നു. കറക്റ്റ് ആണല്ലോ, അയാള് കറക്റ്റ് ചെയ്തു, ആ വിന്നറുമായി സെറ്റുമായി. ഈ പറഞ്ഞ ആള് ആരെ പേര് പറഞ്ഞു, ആളിനെയാണ് വിന്നറായി, ആൾ വിന്നറായി. കറക്റ്റ് കൃത്യമായി എങ്ങനെ വിന്നറാവുന്ന പോലെ പറഞ്ഞു. ഈ പറഞ്ഞ ആളാണോ PR? അത് ഞാൻ പറയില്ല, ആണോ ഇല്ല ഞാൻ പറയില്ല. അല്ല, ആൾ എന്തുകൊണ്ട് ആര്യന്റെ അടുത്ത് പറഞ്ഞു അതെനിക്കറിയില്ല. പക്ഷെ എന്നോട് കറക്റ്റ് ആയിട്ട് എന്റെ മെന്റലി ഡൗൺ ആക്കാൻ വേണ്ടി ആയിരിക്കും പറഞ്ഞത്. ആവാം, പേര് ഞാൻ പറയില്ല. പക്ഷെ ഇങ്ങനെ സംഭവിച്ചൊരു കാര്യം ഞാൻ നോക്കിയപ്പോ അയ്യോ. പക്ഷെ ഈ ആര്യന്റെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ ഇപ്പൊ ഞാൻ ചെയ്യുന്നുണ്ട്, PR ചെയ്യുന്നുണ്ട്, അപ്പൊ ഇന്ന ആൾക്ക് വേണ്ടി ചെയ്യുന്നത് വേണമെങ്കിൽ ആര്യനും വേണമെങ്കിൽ ചെയ്യാമെന്ന് ആവശ്യപ്പെടാം. ഇതൊന്നും അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മെന്റലി അത്ര ഡൗൺ ആക്കാൻ വേണ്ടി പറയുന്നതായിരിക്കും. ഏത് ശരി കുറെ കൂടെ? രണ്ടും ആവാം. പക്ഷെ ബിക്കോസ് എനിക്ക് ഞാൻ പറഞ്ഞ പോലെ ഈ ഷോയിൽ ഞാൻ പോയതേ PR-ന് വേണ്ടിയാ. പബ്ലിക് റിലേഷൻ ഇസ് സംതിങ് ഐ വാണ്ട് ഇറ്റ് ഫ്രോം ദ ഷോ. ഐ ഡോണ്ട് വാണ്ട് പീപ്പിൾ ടു ഗിവ് മീ പബ്ലിക് റിലേഷൻ സോ ഐ കൻ ഗോ ടു ദ ഷോ. ഫോർ മീ ഇറ്റ് ഡസന്റ് മേക്ക് സെൻസ്. ഐ എം നോ വൺ. എന്നെ ആർക്കും അറിയില്ല ബിഫോർ ദ ഷോ. മീൻസ് എവിടെയോ 2-3 നല്ല ഒരു ഫേമസ് ആഡ്സും വീഡിയോസ് അല്ലാതെ എനിക്ക് ഐ എം നോട്ട് ഫേമസ്. ആള് സംസാരിച്ചു, ആളുടെ അടുത്ത് ഡീൽ ഉണ്ടായിരുന്നില്ല, പക്ഷെ ആരും PR കൊടുത്തിരുന്നേ ഇല്ലേ? ഞാൻ PR എന്ന് പറഞ്ഞ സാധനം കൊടുത്തില്ല. ഞാൻ എൻ്റെ ഒരു ടീം ഹയർ ചെയ്തു, എൻ്റെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി. 1-2 എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് ഈ പൂജിത, അരുൺ, സണ്ണി, സുജിതേട്ടനൊക്കെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആക്ച്വലി. അപ്പോൾ ഈ 3 ഞാൻ പറഞ്ഞു, ചേട്ടാ എന്തൊക്കെയോ നടക്കുന്നു, ആൾക്കാർ എന്തൊക്കെയോ ചെയ്യുന്നു, പക്ഷെ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം.
എന്താണ് കുറച്ച് പൈസയുടെ റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ ചേട്ടൻ പറയണം, എങ്ങനെ ഞാൻ ഒപ്പിക്കാം. പക്ഷെ എൻ്റെ സോഷ്യൽ മീഡിയ എനിക്ക് നല്ല റീച്ച് ആക്കി തരണം. ഈ പറഞ്ഞ പോലെ ആൾക്കാർ ആരാന്ന് അറിയണം, അത്രേ ഉള്ളൂ. ഈ ആര്യനെ സമീപിച്ച് PR-ന്റെ അടുത്ത് ആര്യം കൊടുത്ത മറുപടി എന്തായിരുന്നു? ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ തിരിച്ച് ആളുടെ അടുത്ത് പറഞ്ഞ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇന്നൊരാൾ വിന്നറാവും എന്ന് പറഞ്ഞു, ആൾ തന്നെ വിന്നറാവും ചെയ്തു ഇതായിരുന്നു. പിന്നെ അത്രേ ഉള്ളൂ മൈൻഡ്. പിന്നെ എന്നിട്ട് അതിന്റെ അകത്ത് പോയിട്ട് എത്രാം ദിവസമാണ് തിരിച്ചറിഞ്ഞത് ഞാൻ PR കൊടുക്കണമായിരുന്നു എന്നുള്ളത്? തിരിച്ചറിഞ്ഞ് റിയലൈസ് ചെയ്യുന്നത് എപ്പോഴാണ്? അറിഞ്ഞിട്ടില്ല. ഞാൻ എവിക്റ്റ് ആയി തിരിച്ച് വന്ന് ഫ്ലൈറ്റിൽ ഞാൻ ലാൻഡ് ചെയ്ത് കൊച്ചിയിൽ ഞാൻ ഫസ്റ്റ് വേർഡ് കാണുന്നത് നീ ഏതാ എന്നോട് ചാറ്റ്സിൽ വെറുതെ. ഞാൻ അങ്ങനെ വലിയ കുറ്റമൊന്നും ചെയ്തിട്ടില്ല ഈ വീട്ടിൽ. ഞാൻ ആരുടെയോ വ്യക്തി ഹത്യയോ ഇല്ലെങ്കിൽ ഞാൻ ആരുടെ വീട്ടിൽ കയറി വിളിച്ചതോ അങ്ങനെ ഞാൻ തെറ്റായിട്ട് അത്ര ലെവലാണെന്നും ചെയ്തിട്ടില്ല ഈ വീട്ടിൽ. ഞാൻ അങ്ങനെ ഹാപ്പി ആയിട്ട് ജോലിയായിട്ട് പോകുന്ന മനുഷ്യനാണ്. എൻ്റെ പോലത്തെ ഒരാൾക്ക് ഇത്ര നെഗറ്റീവ് വരാൻ പറ്റുവാണെങ്കിൽ അത് PR കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എൻ്റെ പക്ഷേ എവിക്ഷന്റെ സമയത്ത് ശരിക്കും ആര്യന്റെ കാര്യത്തിൽ അൺഫെയർ എവിക്ഷൻ എന്നാ പറഞ്ഞു. കറക്റ്റ് 80% ആൾക്കാർ ഹാപ്പി ആയിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ കുറേ ഒരു ക്രൗഡ് ഉണ്ടായിരുന്നു വിച്ച് വാസ് ജസ്റ്റ് അബ്യൂസിങ്. ആൻഡ് ഇപ്പോഴും റോണൊരു കാര്യം ചെയ്യും, ഏതെങ്കിലും അനുമോളുടെ ഒരു കാര്യം, അനുമോളുടെ ഒരു പോസ്റ്റ് പോയി താഴെ എഴുത്, വേസ്റ്റ് എഴുത്, നിങ്ങൾ 3 days you will be on social media bully. നോക്കിക്കോ, I can bet you right now. ഇത് ശരിക്കും ആര്യനോടുള്ള ഹേറ്റ് കൊണ്ടാണോ അതല്ലെങ്കിൽ മറ്റൊരാളുടെ ഇഷ്ടം കൊണ്ടാണോ ചെയ്യുന്നത്? മറ്റേ ആളുടെ ഒരു സപ്പോർട്ട്. ദാറ്റ് മൈറ്റ് ബി PR or might be same genuine. നമുക്കറിയില്ല. ഇറ്റ്സ് എ ഗുഡ് തിങ്, ഐ എം നോട്ട് സേയിങ് ഇറ്റ്സ് എ ബാഡ് തിങ്. പക്ഷെ നമുക്ക് പേടിയാവും സോഷ്യൽ മീഡിയ പറയാൻ. എന്തെതിരെ പറഞ്ഞാലും നമുക്ക് പേടിയുണ്ടാവും. എന്തിനാ പറയേണ്ടത്? ലൈഫ് മൊത്തം ചീത്തയായി പോകും. You got the point. That is my scared. I am scared of telling against anyone in the house right now. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും നോർമൽ റാപ്പോലാണ് ഇപ്പൊ നിൽക്കുന്നത്. ശരിക്കും അങ്ങനെ ഉള്ളതുകൊണ്ടാണോ ആക്ച്വലി ഇറങ്ങി കഴിഞ്ഞിട്ടും ഇപ്പൊ വിന്നർ ആയതിനെ ഒരു അഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിച്ചിട്ടില്ല ആര്യൻ? ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ എങ്ങനെ ഒരു PR-മായി കണക്ട് ചെയ്തിട്ടാണോ? കറക്റ്റ്. പക്ഷെ ഡിസേർവിംഗ് ആണോ വിന്നർ? അല്ല, ഡിസേർവിംഗ് ആണോ ഇല്ല അതെന്റെ ഐ കാൻ ആൻസർ ദാറ്റ്. അതെന്തുകൊണ്ട് ശരിക്കും മറുപടി പറയാൻ ആഗ്രഹിക്കട്ടെ? ഈ ശരിക്കും ഈ സൈബർ ബുള്ളിങ് വരും എന്നുള്ള അതുകൊണ്ടാണ്? അത് കാരണം പേടി, അങ്ങനെ ആ പേടിയില്ല. പക്ഷെ എനിക്ക് അതിന് താല്പര്യമില്ല. ഹൂ ആം ഐ ടു സേ? ഞാനൊരു ടോപ്പ് 8 എത്തിയ ഒരു കണ്ടസ്റ്റന്റാണ്. 8ാമത്തെ ആൾക്കാർക്ക് ടോപ്പ് വിന്നർ ആയ ആളുടെ കുറച്ച് എങ്ങനെ പറയാൻ പറ്റും തെറ്റാണോ ഇല്ലെന്ന്? ചിലപ്പോൾ ജയിച്ചിട്ടുണ്ടാവും. ഷീ വുഡ് ഹാവ് പ്ലേഡ് എ ഗുഡ് ഗെയിം. ഐ ഡോണ്ട് സ്റ്റിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഈ പറഞ്ഞ അനുമോൾ കളിച്ച ഗെയിം എന്താണെന്ന്. ഞാൻ എപ്പോഴും കുറച്ച് ക്ലൂലെസ് ആണ്. ഷീ പ്ലേഡ് എ ഗുഡ് ഗെയിം. ദാറ്റ്സ് വൈ പീപ്പിൾ വോട്ടഡ് ഹർ. ദാറ്റ്സ് വൈ ഐ റെസ്പെക്ട് ഹർ. ഷീ ഈസ് എ വിന്നർ. എനിക്ക് വേണ്ടി അനുമോളാണ് വിന്നർ. നല്ല വിന്നറാണ് അനുമോൾ. പക്ഷെ എന്താ ചെയ്ത് എനിക്കറിയില്ല. എനിക്ക് നെക്സ്റ്റ് ഇയർ ഇപ്പോൾ റോഹനോ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് പോകണമെങ്കിൽ ഞാൻ പറയടാ അനുമോൾ ഇങ്ങനെ കളിച്ചത് നീ ഇങ്ങനെ കളിക്കണം. അത് പറയാൻ വേണ്ടി എന്താ പറയേണ്ടത് എനിക്കറിയില്ല. ലൈക്ക് വാട്ട് ഈസ് ദാറ്റ് യു ഔട്ട് ഷൈൻഡ് ഇൻ? വാട്ട് ഈസ് ദാറ്റ് യു ബ്ലാസ്റ്റഡ് എ ടാസ്ക് ഓർ ഡിഡ് വൺ സൈഡഡ് ഗെയിം? ഇപ്പോൾ നമ്മുടെ മായാമോയി ഒരു ആക്ട്രസ് ആണ് അനുമോൾ. മായാമോയി ടാസ്ക് വന്നു, അതിലെന്ത് ചെയ്തു? ബാക്കി ടാസ്ക് കുറേ വന്നു, കുറേ സാധനങ്ങൾ പറയായിരുന്നു. ലൈക്ക് ഐ ഡിഡ് ദിസ് ദ ബെസ്റ്റ്. അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. ബട്ട് ഷീസ് എ ഗുഡ് വിന്നർ. ഷീസ് എ ബിഗ് ബോസ് മെറ്റീരിയൽ. ഈ പറഞ്ഞ പോലെ നല്ലൊരു കണ്ടന്റ് മേക്കർ ആയിരുന്നു ഞാൻ കേട്ടത്. ജിസേലിൻ്റെ കാര്യത്തിലാണ് എനിക്കൊന്ന് ബാക്കി എല്ലാവരേക്കാളും കൂടുതൽ കുറച്ചുകൂടി ഒരു അഡ്വാൻറ്റേജസ് ഉണ്ടായിരുന്നത്. മുമ്പ് ഇതേ ഷോയ്ക്ക് മറ്റൊരു ഭാഷയിൽ ഉണ്ടായിരുന്ന ഒരാളാണ്, ഹിന്ദിയിലുണ്ടായിരുന്ന ഒരാളാണ്. ഇപ്പോൾ ഒന്നിന് വിലയിരുത്തിയിട്ട് ഇതിലോട്ട് പോകാനൊന്നും പറ്റില്ല. പക്ഷെ എന്നാൽ പോലും കുറേ കൂടി ഒരു എക്സ്പീരിയൻസ് സംഭവം ഉണ്ടായിരുന്നു. എങ്ങനെ ഷോനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു. അപ്പം ജിസേലിന് എവിടെ തോന്നുന്നത്, എവിടെയാണ് എൻ്റെ കാൽക്കുലേഷൻസ് കംപ്ലീറ്റ് മാറിയെന്ന് തോന്നുന്നത് ഇത് മൊമെന്റിൽ? ഞാൻ അങ്ങനെയല്ല വിചാരിച്ചത്. ആ നേരത്ത് ജിസാൽ ഡിഫറെൻ്റ് ആയിരുന്നു. ഇപ്പം ഞാൻ എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ വെറുതെ വന്നു. ഞാനൊരു പ്രിപ്പറേഷൻ ഒന്നും ചെയ്തില്ല. I was in Miami, then I went to Europe. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഹോളിഡേ ഒക്കെ കഴിഞ്ഞ് let's go for Malayalam Big Boss. It was very casual. Yeah, I was like let's go, you know, very casual. ഒരു അങ്ങനെ ഓർത്ത് പോലും ഇല്ല നമുക്ക് prep ചെയ്യണം ഇത്. In fact, I never had 100 daysന് വേണ്ടി ഉടുപ്പും കൊണ്ടുപോയില്ലായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഡേ എൻ്റെ പോലെ എന്നെ വിളിച്ച് കുറേ ബ്ലാസ്റ്റ് ചെയ്ത് like you're supposed to carry 100 outfits. How come? And I just had 40 outfits and ഞാൻ അത്രയും കാഷ്വലി ആണ് പോയത്. പിന്നെ പോയി കഴിഞ്ഞ് അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് ഇതെല്ലാം കുറേ സീരിയസ് ആണ്. ബിക്കോസ് ഞാനൊരു ഇച്ചിരി ലൈറ്റ്ലി ആണ് എടുത്തത്. ബിക്കോസ് ഐ ഹാവ് ഡൺ 7 റിയാലിറ്റി ഷോസ്. ഐ ഹാവ് ഡൺ ഹിന്ദി ബിഗ് ബോസ്, ദാറ്റ് ടു ലൈക്ക് ലിറ്ററലി 8-9 years ബാക്ക്. സോ ഞാൻ അത്രയും സീരിയസ്ലി ആയിട്ട് നമുക്ക് പോകാം, നമ്മളുടെ ആൾക്കാരല്ലേ, ലൈക്ക് യു നോ വെരി കാഷ്വലി ആയിട്ടോ അതെടുക്കണ്ടായിരുന്നു. അതെ, ആര്യൻ ടിക്കറ്റ് ഫിനാൽ വന്ന സമയത്ത് എല്ലാവരും അല്ലേ വിൻ ചെയ്യും എന്നുള്ള പ്രഡിക്ഷനിൽ ആദ്യം കിടന്നിരുന്ന പേര് ആക്ച്വലി ആര്യൻ്റെ ആയിരുന്നു. അപ്പം ഭയങ്കരമായിട്ട് ഗെയിം ചെയ്തിരുന്നു. അതിന് മുമ്പാണെങ്കിലും ടാസ്ക് ഗംഭീരമായിട്ട് ചെയ്തിരുന്ന ഒരാളാണ്. ഫിസിക്കലായിട്ട് ഭയങ്കരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. അപ്പോൾ ഇതത്രയും ടൈറ്റായിട്ട് പോയി. പക്ഷേ ആ സമയത്ത് തന്നെ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സംഭവം എവിക്ഷൻ സംഭവിക്കുന്നു. അപ്പം എന്താ സംഭവിച്ചതെന്ന് എനിക്ക് തോന്നുന്നു, എന്തുകൊണ്ടായിരിക്കും ആയിരുന്നു തോന്നുന്നു? ടിക്കറ്റ് ഫിനാൽ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ എൻ്റെ മൈൻഡിൽ I thought I should win this. Not that I will. അതൊരു ഓവർ കോൺഫിഡൻസ് എന്ന സാധനമാണ്. അതെനിക്ക് ഉണ്ടായിട്ടില്ല. എനിക്കറിയാം എവിടെയെങ്കിലും ട്വിസ്റ്റ് ഉണ്ടാവും. അവിടെ ഈ വീട്ടിൽ ഒന്നും സർട്ടൺ അല്ല.
ഓക്കെ. അത് 7ന്റെ പണി ആയതുകൊണ്ടാണോ? പൊതുവേ നമ്മുടെ ലക്ക് നമ്മുടെ സർട്ടൺ അല്ലല്ലോ. ഓക്കെ. നമ്മളിപ്പോ ഒരു ലൈക്ക് ഇഫ് ഐ സേ വിരാട് കോഹ്ലി ആയാലും എല്ലാ മാച്ചും നമ്മൾ അടിക്കണമെന്നില്ല. പക്ഷെ ഞാൻ എന്നെ വിരാട് കോഹ്ലി അല്ല വിളിച്ചത്. ഞാൻ എക്സാമ്പിൾ പറഞ്ഞു. അപ്പൊ അങ്ങനെ തന്നെ ക്രിക്കറ്റിന്റെ എക്സാമ്പിൾ എടുത്താലും ഇവിടെയും ഗെയിമാണ്, ജയം തോൽവിയൊക്കെ ഉണ്ടാവും. പക്ഷെ എന്റെ മൈൻഡിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, എങ്ങനെയെങ്കിലും ഒരു ടോപ്പ് 3 ആയിട്ട് നിൽക്കാം ഫുൾ ടൈം ഇൻ എവറി ടാസ്ക്. ഇപ്പൊ ഫിസിക്കൽ ടാസ്ക് ആയാലും ഞാൻ സത്യം പറഞ്ഞ എന്റെ അവിടെ ഒരു ഞാൻ പറഞ്ഞ ഐ ടോൾഡ് ഇൻ ദ ഷോ, എന്റെ ചോരയും എന്റെ വേർപ്പും ആ ഫീൽഡിൽ 6-8 മണിക്കൂർ രാത്രി മോർണിംഗ് 5 മണി വരെ ഞാൻ കൈ ഇങ്ങനെ പിടിച്ച് നിന്നിട്ടുണ്ട്. അപ്പൊ അത്രയും എഫേർട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ എഫേർട്ടിന് വേണ്ടി ഐ തോട്ട് ഐ കുഡ് ഹാവ് വൺ. പക്ഷെ എവിടെയോ ഒരു 3-4 പോയിന്റ് കാരണം ഞാൻ അവിടെ തോറ്റു മാറി എന്നുള്ളത്. അപ്പൊ അവിടെ നിൽക്കുന്ന സമയത്താണെങ്കിൽ ഇത്രത്തോളം അത് ഹോൾഡ് ചെയ്ത് പിടിക്കുമ്പോഴാണെങ്കിലും അതിൽ ഭയങ്കരമായിട്ട് അത് കള്ളക്കളി കളിച്ചു എന്നുള്ള രീതിയിലേക്ക് പറയുന്നുണ്ടായിരുന്നു. എവിടെയും മറ്റു മത്സരാർത്ഥികൾക്ക് ആരും ഭയങ്കര ടൈറ്റ് കോമ്പറ്റീറ്റർ ആണെന്നുള്ളത് തോന്നിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അത് കാരണമാണോ എല്ലാവരും ഞാൻ ചെയ്യുമ്പോൾ അപ്പീൽ ചെയ്യുന്നത്? അതുകൊണ്ടായിരുന്നു തോന്നിയിട്ടുണ്ടോ? എല്ലാത്തിനും അപ്പീൽ ചെയ്യുന്നു, സാർ ഇത് എങ്ങനെയാണ് ബിഗ് ബോസ് എന്നൊക്കെ. അപ്പൊ അത് കുഴപ്പമൊന്നുമില്ല, അത് പാർട്ട് ഓഫ് ഗെയിമാണ്. ഞാൻ അത് തെറ്റായിരുന്നു എടുത്തിട്ടില്ല. ആര്യൻ വിൻ ചെയ്യരുത് ടിക്കറ്റ് ഫിനാലെ എന്ന് ആഗ്രഹിച്ചവർ ബിഗ് ഹൗസിനകത്തുണ്ടോ? ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് തുറന്നു പറഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും? ഇപ്പൊ ചിലപ്പോൾ പുറത്ത് വന്നിട്ടുണ്ടാവില്ലായിരിക്കും, പക്ഷെ പറഞ്ഞിട്ടില്ല. ആറ്റിറ്റ്യൂഡ് കണ്ട് മനസ്സിലാവും. ഞാൻ ജയിച്ച കുറച്ച് ആൾക്കാർ ഹാപ്പി ആയിരിക്കില്ല. പക്ഷെ അങ്ങനെ ഹാപ്പി ആവാത്തുണ്ടെങ്കിൽ ആരായിരിക്കും? ഞാൻ ജയിച്ചാൽ ഹാപ്പി ആവാതിരിക്കാൻ വേണ്ടി ഐ തിങ്ക് ആ ഒരു സെറ്റപ്പിൽ അങ്ങനെ ആരും ഉണ്ടായില്ല എന്ന് തോന്നുന്നു. എവരിവൺ വാസ് അതങ്ങോട്ട് ആ പകുതിയിൽ അങ്ങോട്ട് വിഴുങ്ങി. അങ്ങനെയല്ല പറയാൻ വന്നിട്ട് അതങ്ങ് ഇല്ല, എല്ലാവരും ഹാപ്പി ആയിരിക്കില്ല. ട്വിസ്റ്റിംഗ് ദ ക്വസ്റ്റ്യൻ, യു ആർ സേയിങ് വെദർ ഐ ബി ഹാപ്പി ഓർ നോട്ട്. നോബഡി വിൽ ബി ഹാപ്പി ബട്ട് നോബഡി വിൽ ബി സാഡ് ഓൾസോ. അതാണ് അതിന്റെ ആൻസർ. ഞാൻ ജയിച്ച ആരും ആര്യൻ എന്ന് പറയില്ല. ഇല്ല, പക്ഷെ ആര്യൻ എന്താന്നും പറയില്ല. ഇല്ല, ഒരു ന്യൂട്രൽ പരിപാടിയിൽ നിൽക്കും. ആ ഒരു ഇതാണ് അതിന്റെ ആൻസർ, കറക്റ്റ് ആൻസർ. ആൻഡ് ഫൈനലി ടിക്കറ്റ് ഫിനാലെ വിജയിച്ചത് നൂറയാണ്. എല്ലാവരും വിചാരിച്ചു ഒരു ടോപ്പ് 5-ലായിരിക്കും ഉണ്ടാവുക എന്നുള്ളത്. 100 വരെ അതിനകത്ത് ഉണ്ടായിരുന്നവരും ധരിച്ചിരുന്നു അങ്ങനെയാണ്. പിന്നെയാണ് ട്വിസ്റ്റ് വരുന്നത്, അത് ഫിനാലെ വീക്കിലോട്ടാണ് വന്നതെന്നുള്ള ഒരു മാറ്റം ഉണ്ടായി. അപ്പോൾ ടോപ്പ് 5 വരും ചെയ്തില്ല. എന്ത് ഫീൽ ചെയ്തു ശരിക്കും? പുറത്ത് വീട്ടിൽ നിന്ന് കണ്ടോണ്ടിരിക്കുമ്പോ എന്ത് തോന്നി? ഐ മീൻ അത് തോന്നിയിട്ടൊന്നുമില്ല. ഐ ഡിഡ് നോട്ട് ഓവർ തിങ്ക് അബൌട്ട് എനിത്തിങ്. ഇവിടുന്ന് ഞാൻ സത്യം പറഞ്ഞ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി ഞാൻ വീട്ടിലെത്തി. ഞാൻ എങ്ങനെ എൻ്റെ സിനിമ, എൻ്റെ പടങ്ങൾ, എങ്ങനെ ഡയറക്ടേഴ്സിനെ മീറ്റ് ചെയ്യാൻ പറ്റും, എങ്ങനെ ഒന്ന് ഫോക്കസ് ആയിട്ട് ഒരു ഇൻഡസ്ട്രിയിലൂടെ വരാൻ പറ്റും മാത്രം എൻ്റെ ചിന്ത. വേറെ ആര് ജയിക്കുന്നു, എന്ത് ചെയ്യുന്നു, ഏത് സ്ട്രാറ്റജി ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഇപ്പോഴും ഞാൻ അതിൽ തന്നെയാണ്. Like I'm trying to like figure out my life because ഞാൻ ഒരു 23-year-old boy ആയിട്ട് വന്നപ്പോൾ എയർപോർട്ട് മുതൽ കേൾക്കാൻ തുടങ്ങിയതാ. അതിന്റെ കാര്യം പറയുന്നത് അതായത് എയർപോർട്ട് വന്നപ്പോ ആദ്യം കേൾക്കുന്നത് എന്നെ പിയാറിന് ചോദിച്ചു. ഞാൻ 23 വയസ്സൊക്കെ, എനിക്കറിയില്ല. പക്ഷെ അതിൽ കമന്റ്സ് വന്നിട്ടായിരുന്നു 5 കൊല്ലം മുമ്പേ ഇവർ എത്തിപ്പോന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കാസ്റ്റിംഗിന് വേണ്ടി, ഓഡിഷൻ വേണ്ടി പറഞ്ഞൊരു വയസ്സാണ്. അങ്ങനെ കേറ്റി പറഞ്ഞിട്ടുണ്ടോ? വയസ്സ് മാറ്റി പറഞ്ഞിട്ടുണ്ടോ? മറ്റേ കാസ്റ്റിംഗ് ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു നമ്മളിപ്പോ നോർത്ത് ഇന്ത്യയിലും ഞാനൊരു ഷോ ചെയ്തിട്ടുണ്ട് ബോംബെയിലൊക്കെ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ കാസ്റ്റിംഗിന് ചോദിക്കുമ്പോൾ കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് വിളിച്ച് പറയും, ആര്യൻ this thing is a show, so please tell your age 26. I said okay sir, hi my name is Aryan, I stay in Kochi, Kerala, this is my side profile, എന്റെ വയസ്സ് 26. അങ്ങനെ മാറി ഞാൻ 28 വരെ എത്തിയിട്ടുണ്ട്. 22 പറഞ്ഞിട്ടുണ്ട്, 19 പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് കാസ്റ്റിംഗ് അല്ലേ, അവർക്ക് വേണ്ട ഒരു ഏജ് അങ്ങനെയാണ്. എന്റെ സ്ക്രീൻ ഫേസ് എന്ത് വേണമെങ്കിൽ ആക്കാം. സിനിമയ്ക്ക് വേണ്ടിയാണല്ലോ, അല്ലെങ്കിൽ ഒരു ആഡിന് വേണ്ടി ആണെങ്കിൽ യുവർ സ്ക്രീൻ ഫേസ് കൻ ബി മേഡ് ആസ് എനിത്തിങ്. ഈ ശരിക്കും അവിടെ പറയുന്നുണ്ട്, എനിക്ക് 23 വയസ്സിൽ എനിക്ക് എന്തറിയാനാണ്, പിആറിനെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. ആക്ച്വലി ഷോന് ഇത്രയും അല്ല പോയിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് മനസ്സിലാക്കിയുള്ള ഒരാൾ പിആറിനെ കുറിച്ച് കേട്ടിട്ടേ ഉണ്ടായിരുന്നില്ലേ? ഇല്ല, നമ്മുടെ ഹിന്ദി ഷോസിൽ ഞാൻ പോയ ഷോയിൽ പിആർ എന്ന് പറഞ്ഞ സാധനമില്ല, വോട്ടിങ്ങേ ഇല്ല. അത് ടാസ്ക് ബേസ്ഡ് ഷോ ആണത്. അപ്പൊ ടാസ്ക് ബേസ്ഡിൽ എങ്ങനെ പിആർ? അപ്പൊ എനിക്ക് എങ്ങനെ അറിയാം പിആർ എന്താണ്? ബിഗ് ബോസിൽ ഉണ്ടെന്നുള്ളത് കേട്ടിട്ടില്ല. പോയ വർഷങ്ങളിൽ, കഴിഞ്ഞ വർഷങ്ങളിൽ ഞാൻ ലാസ്റ്റ് കണ്ടിട്ടില്ല. അല്ല, അതിന് മുമ്പാണ് ജിൻഡോ എന്ന് പറഞ്ഞ ആള് വിന്നറായി. അല്ലാതെ കേട്ടിട്ടില്ല. അതിന് ശേഷം ഒരു ആഫ്റ്റർ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ completely honest with you, I have not heard about public relation. I don't know what PR, I know what PR means. ഞാൻ പഠിച്ചിട്ടുണ്ട് സ്കൂളിൽ, 12th ഞാൻ പഠിച്ചിട്ടുണ്ട്. PR എന്ന് പറയുമ്പോൾ പബ്ലിക് റിലേഷൻ, how you can relate to public. ശരിക്കും അതിന് മുമ്പ് ഷോയ്ക്ക് കയറുന്നതിന് മുമ്പേ തന്നെ വിന്നറായ ഒരാളുടെ ആൾ വന്ന് സംസാരിച്ചിരുന്നു പറഞ്ഞു ഇന്നൊരാൾ വിജയിക്കും എന്നുള്ളത്. അപ്പോഴും തോന്നിയിട്ടില്ലേ ഇന്നൊരാൾ PR വർക്ക് ഓൾറെഡി ഏൽപ്പിച്ചിട്ടുണ്ട്? നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇല്ല. ചേട്ടനോട് ഈ വർഷം പറയൂ നെക്സ്റ്റ് ഇയർ ഇയാൾ ജയിക്കും, വിശ്വസിക്കുമോ നിങ്ങൾ? വിശ്വസിക്കാൻ ഭയങ്കര പാടാണ്. It's not easy to believe someone who's saying that ഇയാൾ തന്നെ വിന്നർ ആവും. He's not God, no. എന്നോട് അങ്ങനെ ചോദിച്ചാൽ പിന്നെ ഞാൻ പറഞ്ഞു ഇയാളെ പറ്റിക്കാൻ വേണ്ടി തന്നെ ചോദിക്കുന്നത്. അങ്ങനെ എന്റെ മൈൻഡ് ഉണ്ടായാനെ. അങ്ങനെ ശരിക്കും അത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇപ്പം അത് റിയലൈസ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും കൊടുത്തു പോവായിരുന്നു, PR കൊടുക്കായിരുന്നു. എത്ര ലക്ഷം രൂപ കൊടുക്കും? പൈസ റെഡി. 16 ലക്ഷം. എന്നോട് ഒരാൾ പറഞ്ഞു വിന്നർ ആവാൻ പറ്റും ആര്യൻ, നീ ഒരു 30 ലക്ഷം ഇറക്ക്, പിന്നെ ഈ പറഞ്ഞ പോലെ കാശ് നിനക്ക് വന്നപ്പോ എത്തിയ ഉടനെ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചെയ്തന്നെ.
ചെയ്തേനെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീടൊക്കെ വിറ്റിട്ട് കാശൊക്കെ ഉണ്ടാക്കി ഞാൻ തന്നേനെ, കുഴപ്പമില്ല, വിന്നർ ആവണമല്ലോ. പക്ഷെ അങ്ങനെ ജയിച്ച ഒരു സുഖമില്ല കേട്ടോ. ഉണ്ട്. ഇപ്രാവശ്യം വിൻ ചെയ്ത ആൾക്ക് അത്തരത്തിലൊരു സുഖം ഉണ്ടോ വിൻ ചെയ്തതിന്റെ? എനിക്കറിയില്ല, ആരെന്ത് തോന്നുന്നു? അങ്ങനെ ഉണ്ടോ? തോന്നുന്നുണ്ടോ? സുഖം ഉണ്ടാവാം, സുഖം ഉണ്ടാവാതിരിക്കാം. പക്ഷെ ഇപ്പൊ കാണുമ്പോ നല്ല ചിരിയൊക്കെ ഉണ്ട്, അപ്പൊ ഹാപ്പി ആവാം. ഈ ഫൈനൽ 2 വന്ന് ലാലേട്ടന്റെ ഇടവും വല്ലതും റൈറ്റ് ലെഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ജിസയിൽ ഒരു എക്സ്പെക്ടേഷൻ എങ്ങനെയായിരുന്നു? ആര് വിൻ ചെയ്യുന്നായിരുന്നു? എപ്പോ ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റും, നല്ല ചൂട്, വെള്ളം ഉണ്ടോ ആയിരുന്നു ജിസയിലിന്റെ എക്സ്പ്രഷൻ. ആണോ? ചൂടെടുക്കുന്ന ചായ അല്ല, ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോ ആരും ജയിച്ചാ ലൈക്ക് ഇഫ് ഹി വുഡ് ഹാവ് ലൈക്ക് ഐ വുഡ് ഹാവ് ബീൻ ഹാപ്പി. പക്ഷെ എല്ലാവരും ജയിച്ചാൽ നല്ലതല്ലേ, നമുക്ക് അവർക്കല്ലേ കാശ് കിട്ടണം, അവർക്കല്ലേ ഫെയിം കിട്ടണം, നമുക്ക് എന്നാ കിട്ടും. പിന്നെ എന്റെ അമ്മാവനായിരുന്നെങ്കിൽ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു. അനീഷ് എന്ന പാവത്താനായിരുന്നു. അനീഷ് ജയിച്ചാലും എനിക്ക് ഇച്ചിരി കൂടി കൂടുതൽ സന്തോഷമായിരുന്നു. അനു ജയിച്ചപ്പോ അവൾ ഡിസേർവിംഗ് ആണ്. അനുവും കുറെ ഒറ്റക്ക് ഇരുന്ന് കുറെ കരച്ചിൽ വന്ന് അവൾക്ക് ഷോയില്, അവൾക്ക് അത്ര ഫ്രണ്ട്സ് ഇല്ലായിരുന്നു. അപ്പൊ അവളും കുറെ ബുദ്ധിമുട്ടിട്ടുണ്ട്. ഈ ഷാനവാസ് വന്നിക്കുന്ന സമയത്ത് തന്നെ സെക്കൻഡ് റണ്ണറപ്പാണ്. അപ്പോൾ പറയുന്നൊരു സംഭവമുണ്ട്, ഞാൻ വിചാരിച്ചിരുന്നത് എൻ്റെയും അനീഷിൻ്റെയും കൈപിടിച്ച് വരും എന്നുള്ള രീതിയിലേക്കാണ് ഒരു എക്സ്പെക്ടേഷൻ ആയിരുന്നു പറഞ്ഞു. മുമ്പ് ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് പറയുമ്പോഴാണെങ്കിലും ഇവരുടെ പ്രതീക്ഷകളിലെ കിടക്കുന്നത് അനീഷ് എന്നൊരു പേരിലാണ്. അപ്പം എന്തുകൊണ്ടായിരിക്കും അങ്ങനെ അകത്ത് നിന്നവർ അനീഷായിരിക്കും എന്നുള്ളൊരു ചിന്ത പോയത് എന്തുകൊണ്ടായിരിക്കും? ചിന്ത പോയിട്ടില്ല, എനിക്കറിയില്ല. ചേട്ടൻ പറഞ്ഞു അനീഷ് എല്ലാവരുടെ ഫേവറേറ്റ് ആയിരുന്നു. എന്ന് വെച്ചാൽ അനീഷ് എല്ലാവരുടെ കൂടെ ഒരു സ്നേഹം ഉണ്ടായിരുന്നു, ഒരു ഡിഫറെന്റ് റാപ്പോ ഉണ്ടായിരുന്നു. സോ അനീഷ് എന്റെ കൂടെ ആകട്ടെ അതോ ഇവന്റെ കൂടെ ആകട്ടെ ഒരു സ്നേഹം ഉണ്ടായിരുന്നു അനീഷിന്റെ കൂടെ. ആ സ്നേഹത്തിന് വേണ്ടി എല്ലാ കണ്ടസ്റ്റന്റ് ഓർത്ത് മേ ബി അനീഷ് ആയിരിക്കും. ബിക്കോസ് അനീഷ് വാസ് എ കോമണർ ഫ്രം ദ സ്റ്റാർട്ടിങ്. ഹി ഹാഡ് ദാറ്റ് ഞാൻ ഒറ്റയ്ക്ക് കളിക്കും, ആരുടെ കൂടെ അവൻ ഇൻവോൾവ് ആയിട്ടില്ല. എന്ന് വെച്ചാൽ ഞാൻ ഒന്നാമത്തെ ആണ്, ഞാൻ ഇവിടെ. അവന്റെ അഭിപ്രായം വാസ് വെരി ഡിഫറെന്റ് ഫ്രം എല്ലാവരുടെ അഭിപ്രായം. സോ ഇഫ് യു സീ ഹി വാസ് ദ വൺ ഹു വാസ് ഒറ്റപ്പെടുത്തലായിരുന്നു. സോ വി തോട്ട് മേ ബി ഹി വിൽ വിൻ. ബട്ട് ദെൻ വെൻ ഷീ വൺ, അനുമോളുടെയും കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനുമോൾ ജയിക്കും വീട്ടിൽ. ആ സമയത്ത് അനുമോൾ എന്നുള്ള രീതിയിലേക്ക് അങ്ങനെ ഒരു അലിഗേഷൻ പറഞ്ഞ സമയത്ത് എന്താ സ്പോട്ടിൽ തോന്നി? ഒന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നറിയാം. സീരിയസ്ലി എന്ത് തോന്നി? എന്ത് റിപ്ലൈ തോന്നി? പ്രത്യേകിച്ച് ആര്യൻ ആ സമയത്ത് ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവണം കണ്ടു. അല്ല, അനുമോൾ എന്നോട് ഒരു കാര്യം പറഞ്ഞു. ആര്യൻ ഒരു ദിവസം ദേഷ്യം വന്നപ്പോൾ അവളുടെ അമ്മക്ക് പറഞ്ഞു. അപ്പോൾ അവള് പറഞ്ഞ് അവൻ അങ്ങനെ പറയുമ്പോൾ ഞാൻ അതിനെ റിവെഞ്ച് എടുക്കും. ആ റിവെഞ്ചിന് വേണ്ടി അവൾ അങ്ങനെ ചെയ്താണ്. അവൾ എന്നോട് പറഞ്ഞു നിനക്ക് എനിക്കൊന്നുമില്ല, പക്ഷെ ഇവനെ എന്നൊക്കെ എടുക്കണമായിരുന്നു. ഒന്നുമില്ല, ഒരു പെൺകുട്ടിക്ക് എന്നോട് പ്രത്യേകത ഇഷ്ടം, അത്രയല്ലേ ഉള്ളൂ. വേറെ എന്തെങ്കിലും പറ്റും? എന്നോട് ഇങ്ങനെ വന്നിട്ട് പറഞ്ഞുകൊണ്ടിരുന്നാൽ എനിക്ക് എന്താ റിപ്ലൈ തരാൻ പറ്റുമോ? ഐ ലവ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ദേഷ്യം പിടിക്കും, പക്ഷെ ഞാൻ ദേഷ്യം കൺട്രോൾ ചെയ്ത് മാക്സിമം ഒഴിവാക്കാൻ നോക്കി സിറ്റുവേഷൻ. ശരിക്കും അങ്ങനെ വന്ന സമയത്ത് നിന്ന് എന്ത് റിപ്ലൈ തോന്നി? ചില സമയത്ത് നമ്മൾ പറയാൻ ഉള്ളിൽ എന്ത് പറഞ്ഞപ്പോഴാണ്, ഏത് വാക്ക് പറഞ്ഞപ്പോഴാണ്? അനുമോൾ പറഞ്ഞ സമയത്ത് എന്ത് പറഞ്ഞു? പൊതുപ്പിനിടയിൽ ഞാൻ കണ്ടു എന്ന് പറഞ്ഞപ്പോഴാ. അപ്പോ ആ സമയത്ത് തോന്നുന്നത് ദേഷ്യമാണ്. നമുക്ക് സംസാരിക്കാനുണ്ടെങ്കിലും ചിലപ്പോഴും സ്റ്റക്കായി പോകുന്ന കുറെ മൊമെന്റ് ഉണ്ടായിരിക്കുമല്ലോ. ഇതെന്താ നടക്കുന്നത് ഇവിടെ എന്നുള്ള തോന്നല്ലേ? അപ്പൊ ആ സമയത്ത് അങ്ങനെ സ്റ്റക്കായിരുന്നു. പറഞ്ഞപ്പോൾ സ്റ്റക്കായില്ല, പക്ഷെ നല്ല ഉറച്ചിരുന്ന് പറഞ്ഞു. ലൈക്ക് ഞാൻ എന്ത് കണ്ടു, ഞാൻ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, അയ്യോ പ്രേക്ഷകരെ നിങ്ങൾ ഇങ്ങനെ പൊട്ടനാക്കല്ലേ. ഒരു കോൺഫിഡൻസ് വേണം, ഒരു കോൺഫിഡൻസ്. അപ്പൊ ഞാൻ ദേഷ്യം പിടിച്ചു. ഞാൻ അനു നീ കണ്ടിട്ടില്ല, നീ എന്റെ ജീവിതം നശിക്കലിനാനു. ആ ഒരു സീനിൽ ഞാനും കുറച്ച് ഓറൊക്കെ എന്നോട് പറഞ്ഞു ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞാൽ ജീവൻ നശിക്കും. ഞാൻ എന്റെ ജീവൻ ഒന്നും നശിക്കും. എനിക്ക് മലയാളി പ്രേക്ഷകരുടെ ഒരു മൈൻഡ് സെറ്റ് അറിയില്ലല്ലോ, ഇങ്ങനെ ഒരു എടുക്കും ഇങ്ങനെ സിറ്റുവേഷൻ. പൊതുപ്പിനിടയിൽ 2 കുട്ടികൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പേടിയായി. പക്ഷെ ഞാനൊന്നും ചെയ്തിട്ടില്ല, എനിക്ക് അതിന് ഉറപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ക്യാമറയിൽ വന്നിട്ട് ബിഗ് ബോസ് അത് ഉണ്ടെങ്കിൽ കാണിക്കണം, ബിഗ് ബോസ് അത് കാണിക്കണം. ശരിക്കും മലയാള പ്രേക്ഷകരെ അറിയുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ശരിക്കും എവിടെയെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു? പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം ആയിരിക്കോ, അല്ലെങ്കിൽ അങ്ങനെ തോന്നിയിട്ടുണ്ട്? എനിക്ക് അങ്ങനെ പോലത്തെ കണ്ടന്റ് പുറത്ത് കൊടുക്കാൻ ഒരു താല്പര്യമില്ല. ഇത് ആരെയില്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ജയിച്ചിട്ട് അങ്ങനെ എനിക്ക് ഷോ ജയിക്കണ്ട. ഞാൻ ചെയ്ത കാര്യങ്ങളാണെങ്കിൽ കാണിച്ചോ, ചെയ്യാത്ത കാര്യങ്ങൾ കാണിക്കരുത്. ചെയ്യാത്ത കാര്യങ്ങൾ നിങ്ങൾ വെറുതെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇറ്റ്സ് സ്പ്രെഡിങ് റൂമേഴ്സ്, സ്പ്രെഡിങ് ഷിറ്റ്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഇച്ചിരി കൂടി ബോണ്ടായത്. സെയിം ട്രോമ എന്ന് പോയി. അവിടെ പറഞ്ഞ് നിങ്ങൾ അപ്പോൾ ആ സങ്കടം ഞങ്ങൾ രണ്ടുപേർക്കേ മനസ്സിലാകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇച്ചിരി കൂടി ഫ്രണ്ട്ഷിപ്പ് ഞങ്ങളുടെ ഇങ്ങനെ ആയപ്പോൾ. അതിനൊരു കാരണമായി ആക്ച്വലി അനുമോൾ എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങൾ എപ്പോഴും ഈ കാര്യം പറയും, അവളല്ലായിരുന്നെങ്കിൽ നമ്മൾ അത്ര ബെസ്റ്റ് ഫ്രണ്ട്സ് ആവില്ല, ഞങ്ങൾക്ക് ഒരു സ്ഥാനമില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇച്ചിരി കൂടി കെയർ ചെയ്യാൻ തുടങ്ങി, അങ്ങനെ ആയി. നിങ്ങൾ രണ്ടുപേരും ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പൊ ബേബി ഹൗസിലെ ഒപ്പം ഉണ്ടായിരുന്ന ആരെങ്കിലും
വീഡിയോ കോൾ ചെയ്യാൻ പറഞ്ഞാൽ വിളിക്കാൻ ഫസ്റ്റ് വരുന്ന ഒരു ഓപ്ഷൻ ആരായിരിക്കും? ഇപ്പൊ ഈ വർഷത്തെ ഇപ്പൊ നിങ്ങൾക്ക് ഒപ്പം വീഡിയോ കോൾ ചെയ്യാൻ പറഞ്ഞാൽ റെന ഫാത്തിമാനെ വീഡിയോ കോൾ വീഡിയോ കോൾ ചെയ്യാൻ പറ്റുന്ന ചെയ്യണോ? ആ അവളുടെ ബോയ് ഫ്രണ്ട് കാണാൻ എന്താ അല്ല അവൻ സ്വീറ്റ് ആണ്, ഞാൻ ചെയ്യാം. ഓ യു കോൾ നോക്കാം, റേഞ്ച് ഉണ്ടോ ഇല്ലോ അറിയില്ല. I can't even see her. You call from your phone and see? I'm not even getting option. Mine is not ringing only. Video call. Normal call ചെയ്യട്ടെ. Either second video call option I have. Are you getting range? ഹെയർ ഇങ്ങനെ ആയിരുന്നു പറഞ്ഞില്ല. ഓ പിന്നെ എടുക്കുന്നില്ലേ? അല്ല റിംഗ് ആണല്ലോ. അതെ. ആ അവൾക്ക് ഒരു ഇവന്റ് ഉണ്ടായിരുന്നു ഇന്ന്. അക്ബറിനെ വിളിക്കണം. അക്ബറിനെ വിളിക്കാം. അക്ബർ ഉണ്ടോ? അക്ബർ എന്തിയെ? Also Adil Noora. I tried calling range ഇല്ലെന്ന് പറ. Happy birthday. എടി ഞങ്ങൾ വൈകി പോയിടാ, ലേറ്റ് ആയി പോയി. ഇവിടുന്ന് ഇപ്പൊ ഇറങ്ങാൻ പോണേ ഉള്ളൂ. അല്ല വരുന്നുണ്ട്. We are going to come. നടക്കുന്നുണ്ടല്ലോ. വാ വരുന്നു. ഓ ബിന്നെ. Hello Noora, happiest birthday. Thank you. Love you da. ഉമ്മ ആയിരുന്നു. ആ ലേഡീസ് വാഷ്റൂം അതിലും കയറിക്കും വീഡിയോ പോയാടാന്ന്. ഹലോ ഹാപ്പിയസ്റ്റ് ബർത്ത്ഡേ. ഇപ്പം വരുവാ ഇവിടുന്ന്. ഇപ്പൊ തീർന്നുല്ലോ. എല്ലാരും ആദ്യം വിഷ് ഹാപ്പി ബർത്ത്ഡേ. നമ്മളെ പാർട്ടിക്ക് വിളിക്കുന്നില്ലേ? നിങ്ങൾ കണ്ടസ്റ്റൻസിന് മാത്രമേ വിളിക്കുള്ളൂ. അയ്യോ നോന്നൊക്കെ. പാർട്ടി എപ്പോഴാ? കണ്ടിപ്പാ ശരിക്കും ആര്യനെ ഉള്ളിൽ എത്രയും ഒരു ആക്ടർ ഉണ്ട്. അത് അതിനകത്ത് വന്നിട്ടുള്ളത് ഏത് സമയത്ത് അല്ലെങ്കിൽ ഏത് ദിവസത്താണ് കുറേ കൂടിയും അത് പുറത്തോട്ട് എടുക്കാൻ പറ്റിയെന്ന് തോന്നിയ ഒരു മൊമെന്റ് എന്തായിരുന്നു? ഞാൻ കള്ളം പറയാം, ഞാൻ കുറെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ നല്ലോണം അഭിനയിച്ചിട്ടുണ്ട് കുറെ സ്ഥലത്തൊക്കെ. അത് എവിടെയാ മെൻഷൻ ചെയ്യാൻ പറ്റില്ല. ആൾക്കാർ സ്റ്റോറി ടെലിംഗ് ടാസ്കിലും നമ്മുടെ ഈ കഥാപ്രസംഗം എന്ന സാധനം ഉണ്ടായിരുന്നു. അത് നമുക്ക് ഒരു കഥ മൈൻഡിൽ സിനിമ എന്ന സാധനം ഉണ്ടാക്കിയിട്ട് അത് നമുക്ക് പ്രസന്റ് ചെയ്യണം. അനീഷ് എന്ന് പറഞ്ഞ റൈറ്ററാണ്. ബാക്കി കുറെ അവിടെ ഈ ഫീൽഡിൽ ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാരുണ്ട്. പക്ഷെ അവരെല്ലാം ഞാൻ തോപ്പിച്ച് ഞാൻ കഥ എഴുതി ആ കഥ ഞാൻ കറക്റ്റ് പെർഫോം ചെയ്തു. അതിന് BGM ഇട്ടു. കറക്റ്റായി ആ സാധനം ഭയങ്കര ക്ലിക്കുമായി. ഇപ്പൊ ആര്യനായാലും ഏറ്റവും കൂടുതൽ എന്നുള്ള രീതിയിലേക്ക് ഇഷ്ടപ്പെടുത്തി കളഞ്ഞൊരു സംഭവം സീക്രട്ട് ടാസ്ക് ആയിരുന്നു. ആ സമയത്ത് ജിസേൽ അവിടെ ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ ഫസ്റ്റ് വിളിക്കുന്നത് ജിസേലായിരിക്കും. 100% ആണ്. അത്ര ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ബ്ലൈൻഡ്ലി ട്രസ്റ്റ് ചെയ്യാൻ പറ്റും. തോന്നിയിരുന്നോ മിസ് ആ ടൈമിൽ അവിടെ ഉണ്ടാവണം? പക്ഷെ ഞാൻ എവിടെ വിചാരിച്ചു ജിസേൽ എടുത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ ബർഗറോ കാലറീസ് പറഞ്ഞിട്ട് ചിലപ്പോൾ ഒഴിവാക്കുന്ന ഒരാളാണ്. പക്ഷേ സാധ്യത ഉണ്ടായിരുന്നു. അതെ, പക്ഷെ ഈ വീട്ടില് അവള് കഴിച്ചേനെ എന്നുള്ള സംഭവം ആണ്. അതുകൊണ്ട് കഴിച്ചേനെ. പക്ഷെ ആ സമയത്ത് ഓൾറെഡി അതിൽ ആ കൂടി ട്രസ്റ്റ് ചെയ്യാതിരുന്നത് ഷാനവാസ് ആയിരുന്നു എന്നുള്ളത്. പക്ഷെ തിരിച്ച് ഷാനവാസ് വന്ന സമയത്ത് ആരും കൂടെ നിൽക്കുക ചെയ്തത്. അപ്പൊ എപ്പോഴും തോന്നി ഇതൊരു ഗെയിമാണ്, വേണമെങ്കിൽ ആ സമയത്ത് നിൽക്കാത്തതിന് എനിക്കിതിനെ റിവെഞ്ച് ആയിട്ട് എടുക്കാമെന്ന് തോന്നിയിരുന്നു മൊമെന്റിൽ ഏതെങ്കിലും സമയത്ത്? ഇല്ല, അങ്ങനെ ഷാനവാസ് ചെയ്ത മിസ്റ്റേക്ക് ഞാൻ ചെയ്ത പിന്നെ ഞാനും ഷാനവാസ് തമ്മിൽ എന്താ വ്യത്യാസം? റിവെഞ്ച് എടുക്കത്തില്ല, സ്പോർട്സ്മാൻഷിപ്പ് ഉണ്ട്. ഗെയിം കഴിഞ്ഞ ഉടനെ ഇവൻ നോർമൽ ആകും. ഞങ്ങൾക്ക് നോർമൽ ആകാൻ പറ്റത്തില്ല. ലൈക്ക് സംടൈം ഞങ്ങൾക്ക് ഇങ്ങനെ ഈ ഐസ്ക്രീം അല്ലെങ്കിൽ ചോക്ലേറ്റ് ആസ് എ ഗിഫ്റ്റ് കിട്ടുമ്പോൾ ബിഗ് ബോസ് അവിടെ പ്രത്യേകമായിട്ട് പറയും ഷെയർ ചെയ്യരുത്. അപ്പോൾ ഞങ്ങൾ ഓർക്കും ഷെയർ ചെയ്യണ്ട, ഇവൻ അത് ഷെയർ ചെയ്യും. ബിക്കോസ് ഹി ഹാസ് ദാറ്റ്, you know, as a cricketer, whatever, he has that sports. See, I don't care. Like, if you are bad to me, doesn't mean I have to be bad to you, no? ആൾക്കാർ നന്മക്കാട് കളിച്ചോണ്ടിരിക്കുക. നന്മക്കാട് ഞാൻ എന്താ ഈ നന്മക്കാട്? ഫുഡ് എക്സ്ട്രാ ഞാൻ തരും, പിന്നെ നീ കൊടുത്ത പണി ഞാൻ തിരിച്ച് നിനക്ക് സെയിം സാധനം പണി തന്നാൽ ഞാനും നീ തമ്മിൽ എന്താ വ്യത്യാസം? ഞാൻ എവിടെയോ ഒരു ക്വാളിറ്റി അപ്പം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതെനിക്ക് ഉറപ്പിട്ട് ഐ കൻ എഴുതി സൈൻ ചെയ്ത് പറയാം. അതിന്റെ ഒരു ക്വാളിറ്റി ഞാൻ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. പക്ഷെ അവിടെ വന്നതിൽ ഭയങ്കരമായിട്ട് റയറായിട്ട് സംഭവിച്ചായിരുന്നു 3 പേര് ഒരുമിച്ച് ക്യാപ്റ്റൻ ആക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നിങ്ങളുടെ കോംബോ ആളുകൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സമയം കൂടിയായിരുന്നു പുറത്ത്. അപ്പോൾ ആര്യൻ, നെവിൻ അല്ലെങ്കിൽ അക്ബർ എന്നുള്ളവർ. അപ്പോൾ ഇത് കുറേ കൂടി
കുറെ കാര്യങ്ങൾ കൂടി ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയിരുന്നു. അത് മോശം ഡിസിഷൻ ആയിരുന്നു അത്? ശരി, അത് ഞാനത് പറയാം, ക്ലൂലെസ് ആണ് ഞാൻ. 3 പേര് ക്യാപ്റ്റനായി ചെയ്ത് മറ്റേ കുറ്റം എനിക്ക് കിട്ടി, ഞാൻ എന്നെ പുറത്താക്കി. എനിക്കറിയില്ല എന്താ പറഞ്ഞത്, ഇതിനൊരു ആൻസർ എനിക്ക് പറയാൻ പറ്റില്ല. ബിഗ് ബോസ് ഡീപ് റിലേറ്റഡ് ക്വസ്റ്റൻ. ദിസ് ഇസ് വാട്ട് യു ടു ആസ്ക് a third party who's watching the show. I am playing the show. This question if you ask me, I'll answer what did I do. ഞാൻ വെള്ളിട്ടോ അതുകൊണ്ട് ബെഡിൽ ഇട്ടിട്ടില്ല, പാലെറിഞ്ഞോ ഷാനവാസിന്റെ ദേഹത്ത് ഇട്ടിട്ടില്ല. അപ്പോൾ എന്നെ എന്തിനാണ് പുറത്താക്കിയത്? എനിക്ക് പ്രേക്ഷകർക്ക് എന്നെ വേണ്ടി എന്തിനാണ് വോട്ട്സ് കുറഞ്ഞത്, എന്തിനാണ് ഡൗട്ട് ആയത്, വാട്ട് ഇസ് ദ റീസൺ ഐ എം ഔട്ട് ഓഫ് ദ ഷോ? That is my question to you. But if you ask a third party who's watching the show, he'll give the right answer for this question. സ്വയമേ അനലൈസ് ചെയ്യുന്ന സമയത്ത് എന്താ തോന്നുന്നത് ശരിക്കും? ഇതാ പറഞ്ഞത്, ഈ ചോദിച്ച ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞാൽ അത് വോണ്ട് മേക്ക് സെൻസ്. ബിക്കോസ് വാട്ട് ഐ വിൽ സേ ടു പ്രൊട്ടക്ട് മൈ സെൽഫ്, ഐ വിൽ സേ എനിക്കറിയില്ല ഞാൻ എന്തിനാ പുറത്തായത്. ഞാനല്ല പാലിട്ടത്, ഞാനല്ല വെള്ളം ഇട്ടത്, ഞാൻ ആ വീക്കിലൊന്നും തെറ്റും ചെയ്തിട്ടില്ല. ആകെ ചെയ്തത് ചിരിച്ചും കളിച്ചത്. അതിൻ്റെ നേച്ചറാണ്. അത് കാരണമാണ് പുറത്താക്കിയത്. കുഴപ്പമില്ല.